guys, अब हम लोग गाँव में थे guys. ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗോവ ട്രിപ്പാണ് കേട്ടോ. അതും എൻ്റെ ഫേവറേറ്റ് ഗേൾസിൻ്റെ കൂടെ. അത് മറ്റാരുമല്ല, എൻ്റെ സിബ്ലിങ്സ്. ഇതൊരിക്കലും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് അല്ല കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒറ്റ മൈൻഡിൽ പോകുന്ന ഒരു ട്രിപ്പാണ്. ഇതിപ്പോൾ ഒരു ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അളിയാക്കൊക്കെ ഗോവയിൽ വരെ പോകുന്ന ഒരു ആവശ്യം ഉണ്ടായിനി. അപ്പോൾ പിന്നെ ഞങ്ങളെയും കൂടി കൂട്ടി. അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഷൊർണൂർക്ക് ട്രെയിൻ കയറി. ഇനിതാ ഷൊർണൂറിനാണ് ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളെ ഗാർഡിയൻ അളിയാക്കാണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒരു ഗേൾസ് സോളോ ട്രിപ്പ് പോലെയായിരുന്നു കേട്ടോ. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോൾ ഷൊർണൂർ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ആയിക്കണേ. ഇനിയിപ്പം ഗോവ വരെ ഈ ഒരു ഇരുത്തിരിക്കണം. ഞങ്ങൾക്ക് വല്ലാണ്ട് ബോറടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം രാത്രി അവളും ഇതുപോലെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു. അത് വേറെ ലെവല് മൂടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കേട്ടാൽ മനസ്സിലാക്കാലോ ഏതാ വൈബ് എന്ന്. വേറെ വൈബ് ടീം. ഈ ഒരു കമ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ഓരോ ടീമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഗോവ വരെ ബോറടിക്കാണ്ടിരിക്കാൻ ഇവരെന്നെ ധാരാളം. പിന്നെ നമ്മുടെ ലൈമോനുണ്ടല്ലോ, ഏത് മൂഡ്, അംബാനി മൂഡ്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി മുട്ടി ഒരു ഡേതാ ഈ ഒരു ട്രെയിൽ ഞങ്ങൾ തീർത്തിക്കണേ. പിന്നെ AC സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഗോവയിലെത്തിക്കണേ. രാവിലെ എന്നൊക്കെ പറയുമ്പം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പൊ നമ്മളെ ട്രിപ്പിന്റെ കോർഡിനേറ്റർ നമ്മളെ ഫെബിനെ കേട്ടോ. വീട്ടിലെത്തുമ്പോക്ക് എണ്ണം കുറയരുതെന്നും വെച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് പഞ്ചായത്ത് വിട്ടു പോയ ആ ഒരു എക്സൈറ്റ്മെന്റ് കേട്ടോ എൻ്റെ അടുത്ത് കണ്ടത്. അങ്ങനൊന്നും അല്ല കേട്ടോ. ഏത് സ്ഥലത്തേക്ക് ട്രിപ്പ് പോവാണെങ്കിലും ഞങ്ങൾ 4 നല്ല എക്സൈറ്റഡ് ആയിരിക്കും. അങ്ങനെ ആദ്യം തന്നെ അവിടെ തന്നെ അല്ലേ ഒരു ഷോപ്പ് കട കയറിയത്. ഒരു ട്രൗസർ എടുക്കണം. ട്രിപ്പ് എൻജോയ് ചെയ്യുന്ന തിരക്കില് ഓൻ്റെ ട്രൗസർ ചെറുതായിട്ടൊന്ന് കയറി. ഞങ്ങളിവിടെ സുബൈക്ക് തന്നെ എത്തിയോണ്ട് തന്നെ ടാക്സി ഒന്നും കിട്ടൂല. അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് കരുതി. അങ്ങനെ 1-2 മണിക്കൂർ ഇവിടെ ഇരുന്നിക്കാണ്ട് ഞങ്ങൾ രാവിലെ ആക്കിക്കണം. അതിൻ്റെ ഇടയിൽ ലായി ചെറുതായിട്ടൊന്ന് കുടുങ്ങിയും പോയിട്ടുണ്ട്. അങ്ങനെ നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ അങ്ങോട്ട് ടാക്സിക്കുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ടാക്സി പണ്ടത്തെ ഫിലിമിലൊക്കെ പിടിച്ചോണ്ട് പോണ അതായിരുന്നു കേട്ടോ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് അതിലും കയറി. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് റിസോർട്ടിലേക്ക് ആയിരുന്നു. ബാഗയിലുള്ള ലേസി ലഗോൺ റിസോർട്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റിസപ്ഷനിലും പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി. നല്ല അടിപൊളി റിസോർട്ട്. ഇത്തിരി ലക്ഷറി ആയിട്ടുള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഇവിടുത്തെ ആംബിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ഈ റിസോർട്ടിന്റെ 3 സൈഡിലും ചെക്ക് ഇൻ ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. നല്ല കാമായിട്ടുള്ള ഒരു പ്ലേസ്. ഗോവ ഇത്ര കാമാണെന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടാണ് അറിയണത്. എന്റെ മൈൻഡിലെ ഗോവ ബീച്ച്, പാർട്ടി, ക്ലബ്ബ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഗോവ അതൊന്നും അല്ലാന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ചെക്ക് ഇൻ ആയിട്ടില്ല എന്നാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ലക്ഷറി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അവിടെ സെർവ് ചെയ്തിരുന്നത്. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒരേ പൊളിയായിരുന്നു. ആംബിയൻസ് മാത്രമല്ല കേട്ടോ, ഫുഡും അടിപൊളി. എല്ലാ തരം ഫുഡും സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു ഫുഡി അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് കണ്ണിൽ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇന്ത്യയിലെ ഒട്ടുമിക്ക ബ്രേക്ക്ഫാസ്റ്റും അവിടെ സെറ്റ് ആയിരുന്നു. സൗത്ത് ഇന്ത്യൻ ഒരു സൈഡിൽ, നോർത്ത് ഇന്ത്യൻ ഒരു സൈഡിൽ. ഇന്ത്യൻ ഫുഡ് മാത്രമല്ല കേട്ടോ, ഫോറിൻ. കാരണം കൂടുതലും ഫോറിനേഴ്സ് ആയിരുന്നു ഗസ്റ്റ് ആയിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡിലേറൊക്കെ ഇഷ്ടമായിരുന്ന ഇവിടുത്തെ ഈ ആംബിയൻസ് തന്നെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഫോക്കും നീഫൊക്കെ വെച്ചിട്ട് കഴിക്കാന്ന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ ഞാൻ. ഇതൊക്കെ വീഡിയോക്കുള്ള വെറും പ്രാസനം മാത്രമാണ്. വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ വെച്ച് കഴിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ എന്നമ്മൻ്റെ പ്രാസനം. ഞങ്ങൾ ആരും ചായ കുടിക്കൂല. ചായക്ക് പകരം എല്ലാവരും ഓരോ ജ്യൂസ് എടുത്ത് കുടിച്ചു. ഇതുമേലൊന്നും നിർത്താനില്ല ഒരു തീരുമാനം ഞങ്ങൾക്കില്ലായിരുന്നു. ഇനി അടുത്ത ഐറ്റമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഡോണറ്റ് മാത്രമാണ് എനിക്കിഷ്ടമായത്. ബാക്കിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോലെ. ഒരു സൈഡിലാവട്ടെ സാലഡ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഡയറ്റിന് ആവശ്യമുള്ള എല്ലാത്തരം ഐറ്റംസും അവിടെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങളിതാ കറങ്ങാനിറങ്ങി. ഞങ്ങളെ ചെക്കിങ്ങിനുള്ള ടൈം ഇനിയും ആയിട്ടില്ല.
ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയോണ്ട് ഇങ്ങനെ കുറേ നടക്കേണ്ടി വന്നു. പിന്നെ സ്ഥലം അടിപൊളി ആയതുകൊണ്ട് വല്ലാണ്ട് ബോറടിക്കാതെ ഇങ്ങനെ തള്ളി നിൽക്കി. അല്ലേലും ഞങ്ങൾ 4 ആൾ കൂടിയാൽ വല്ലാണ്ട് ബോറടിക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരേ വൈബാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ഈ ഷെല്ല് വെച്ചിട്ടുള്ള മാല നമുക്ക് റിസപ്ഷന് തന്നിരുന്ന പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ മാല കിട്ടിയിട്ടുണ്ട്. ബീച്ച് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാവാം ഷെല്ല് വെച്ചിട്ടുള്ള ഈ ഒരു തീം. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇനി നമുക്ക് ചെറിയ തോതിൽ നമ്മളൊരു റൂം ടൂർ കണ്ടാലോ? ഞങ്ങളിവിടെ 2 റൂംസ് ആട്ടോ എടുത്തത്. ഒന്ന് ഞങ്ങൾ കുട്ടികൾക്കും, പിന്നെ ഒന്ന് കപ്പിൾസിനും. ഞങ്ങളുടെ റൂം ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ആകെ അലമ്പാക്കിക്കണ്. എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ബാൽക്കണിയിൽ നിന്ന് ഭംഗി ഞങ്ങളെ റൂമിൽ നിന്ന് കാണാനാണ്. നമ്മുടെ റൂം 3rd ഫ്ലോറിലായതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമ്മളെ ബാൽക്കണിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അതുപോലത്തെ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ടായിരുന്നു ടെറസും വന്നിരുന്നത്. റിസോർട്ടിൻ്റെ 3 ഭാഗമായിട്ടും ഇതുപോലെ കായലാണ്. അതിനപ്പുറമായിട്ട് കടലും. കുറേ നേരം ഓടി കളിച്ചോണ്ടാവാം പെട്ടെന്ന് തന്നെ ഉറങ്ങിക്കണ്. ഇനിയിപ്പം ഞങ്ങളൊന്നും ഉറങ്ങട്ടെ സുഖമായിട്ട്. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റപ്പോൾ ചെറുതായിട്ടൊരു വിശപ്പ്. ആ വിശപ്പ് നടക്കാൻ ഒരു ഫ്ലേവേർഡ് യോഗേട്ടൊക്കെ കഴിച്ച്. ഇവിടെ ടീ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന ഐറ്റംസ്. ഞങ്ങൾ ആരും കോഫി ടീ ഒന്നും കുടിക്കാത്തതുകൊണ്ട് ആ പാൽപ്പൊടിയൊക്കെ ഞങ്ങൾ തിന്നു. ബാക്കിയൊക്കെ അവിടെ ഇട്ടേക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഗോവയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇങ്ങനെ റൂമിലും യാർഡിലൊക്കെ ആയിട്ട് ചടഞ്ഞു കൂടി നിന്നു. പിന്നെ പുറത്തത്തെ വെയിലിനെ കുറിച്ച് ഞാൻ വല്ലാണ്ട് പറയണ്ടല്ലോ. അതും നമ്മളെ ഗോവയത്തെ വെയില് അൺസഹിക്കബിൾ തന്നെയായിരുന്നു. പിന്നെ എന്തേലൊക്കെ ഒന്ന് കാണണ്ടേ വെച്ചിട്ട് ഉച്ചക്കായപ്പോ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങള്. അപ്പൊ ഈ കെട്ടി ഒരുങ്ങി പോണത് വേറെ എടുക്കുകയല്ല, ബാഗ ബീച്ചിക്കാണ്. നമ്മളെ റിസോർട്ടിൽ നിന്ന് ഇത്തിരി നടന്നാൽ മതി ബാഗ ബീച്ചിക്ക്. ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങിയിട്ടും ഈ ഒരു റിസോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. കാര്യം വേറെ ഒന്നുമല്ല, അത്രക്കും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയായിരുന്നു. എന്തായാലും കെട്ടി ഒരുങ്ങിയതല്ലേ, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാന്ന് കരുതി. പോണത് ബീച്ചിക്കല്ലേ, ഇനി തിരിച്ചു വരുമ്പോൾ എന്തായാലും കരിഞ്ഞു ഉണങ്ങിയിട്ടേക്കരം വരികയെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയായിരുന്നു. ഈ സൺഗ്ലാസ് സ്റ്റൈലിന് വെച്ചതാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വെച്ചതാ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അമ്മാരി വെയിലേന്ന്. അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടിയിട്ട് ഒരു ടാക്സി പിടിച്ചിട്ട് ബീച്ചിൽ പോവാണ്. ഈ ടാക്സി വിളിച്ചത് എന്തിനാന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം നടക്കാനുള്ളതിന് റിസോർട്ടിൽ നിന്ന് ബീച്ചിക്ക് അതിനൊരു വാങ്ങിക്കണ് 300 രൂപ. അങ്ങനെ ഞങ്ങൾ ഗോവയിലെ ബാഗ ബീച്ചിലെത്തിയിട്ടുണ്ട്. അവിടുത്തെ ചൂട് കണ്ടിട്ട് അങ്ങോട്ട് പോണോ പോണ്ടേന്നില്ല തന്നെ അയക്കണേ. എന്തായാലും വന്നില്ലേ, ഒരു ചെറിയ പ്രൊട്ടക്ഷന് വേണ്ടി ഇവിടുന്ന് ഒരു ക്യാപ്പും മേടിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. ഹാറ്റ് മാത്രമല്ല നമ്മളെ ലൈമോന് വേണ്ട സാധനങ്ങളും മേടിച്ചിരിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് മുതലായത് നമ്മളെ ലൈമോനാണ്. കുറെ മണ്ണ് മാന്തിയും വെള്ളത്തിൽ കളിച്ചിട്ടും മുതലാക്കിയിരിക്കണം. ഈ ചിരിച്ചു നിൽക്കണ ഇന്നെ നിങ്ങൾ നോക്കണ്ട, ഫോട്ടോക്ക് മാത്രമല്ല പ്രഹസനാണ്. തല പൊട്ടി പോണ വെയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെയിലും ചൂടൊക്കെ അവിടെ നിൽക്കട്ടെ, കാണാനൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഗോവയിൽ എന്താ കാര്യമായിട്ട് കാണാനുള്ളതെന്ന് വെച്ചാൽ കുറേ ബാറും കുറേ കടലും. എന്നാലിപ്പോൾ ഈ സായിപ്പ് മദാമി ഈ കൊടുഞ്ചൂടത്തി എങ്ങനെയാണ് അവൻ ഡ്രസ്സും ഇല്ലാണ്ട് നടക്കണേ. എന്തായാലും അങ്ങനെ ഓൽക്കന്നെ നടക്കാൻ കഴിയുള്ളൂ. നമ്മളെ ലായ്മോനാവട്ടെ അവിടെ എത്താൻ നേരല്ല ഓൻ്റെ സാധനം കൊണ്ട് അവിടെ കളിക്കാൻ. ലായ്ക്കുട്ടനെയും നമുക്ക് സായിപ്പിൻ്റെയും മദാമിൻ്റെയും ടീമിൽ കൂട്ടാം. കാരണം ചൂടൊന്നും ഓനൊരു പ്രശ്നേ അല്ലേന്ന്. ഇവിടുത്തെ സാൻഡ്സ് ഒക്കെ നോക്കി ഒരു തരം സ്ലൈമ് പോലെ. നമ്മൾ ചവിട്ടുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടും പിന്നെ ചവിട്ടി കുറച്ച് നേരം കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈമ് പോലെ താഴെ പോവും. എത്ര കെറ്റപ്പിൽ ഒരുങ്ങിപ്പോയിട്ട് എന്താ കാര്യം? ഇതാണ് അവസ്ഥ. സൂര്യൻ്റെ അറ്റാക്ക് അത്രയും പവർഫുൾ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഇങ്ങനെയായിരുന്നു നടത്തം. ഞാൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോവാണ്. ഇനിയും അവിടെ നിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് 4 ആൾക്കും ഇല്ലേന്ന്. റൂമിലെത്തിയിട്ട് വീണ്ടും കിടന്നുറങ്ങി. പിന്നെ നൈറ്റിലാണ് എണീക്കണത്. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ പിന്നെ എല്ലാവരും ക്ഷീണമൊന്നും മാറി. അപ്പോൾക്ക് പിന്നെ ഡിന്നറിന് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാബ്സിന്ന് ഡിന്നർ ഓർഡർ ചെയ്തിട്ട് അതുണ്ട് കഴിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ക്യാബ്സി കഴിച്ച് വന്ന് ഇനിയിപ്പോൾ നമ്മൾ ജിമ്മിന് പോകണം ഗൈസ്. അങ്ങനെ ഡിന്നറും കഴിച്ചിട്ട് ഞങ്ങൾ ജിമ്മിന് പോയി. ഇനി കുറച്ച് ജിമ്മത്തെ അഭ്യാസങ്ങൾ കാണാം.
ഞങ്ങളെ 3 ആളെ ഫിറ്റ്നസ് ട്രെയിനർ നമ്മളെ ലായിക്കുട്ടനായിരുന്നു കേട്ടോ. ഓൻ ഭാവിയിൽ ഒരു ജിമ്മനാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു മിഡ് നൈറ്റ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പൂളിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഒന്ന് വൈബാക്കി. പിറ്റേന്ന് മോർണിംഗിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തേക്കണം. ഇത്ര നേരത്തെ എന്താ വെക്കേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് ലോങ് ഡ്രൈവാണ്, ഗോവ ടു മലപ്പുറം. കാര്യമായിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാനാണ് വന്നത്. അളിയാക്കാൻ്റെ ഷോറൂമിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ. അളിയാക്കൊക്കെ വണ്ടി എടുക്കലായി, ഞങ്ങൾക്കൊരു ട്രിപ്പ് പോയി. ഞങ്ങൾക്ക് 2 വണ്ടി ആട്ടോ എടുക്കാനുണ്ടായിരുന്നേ. ഒന്ന് അളിയാക്കും ഒന്ന് ഫെബി ആയിരുന്നു കേട്ടോ ഓടിച്ചോണ്ടിരുന്നേ. ഞങ്ങൾ പോണത് ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. സ്കൂളുകളിലും ഓഫീസുകളിലും അങ്ങനെ എല്ലായിടത്തും. ഞങ്ങൾ മെല്ലെ മെല്ലെ അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഇത്തിരി കുറേ തന്നെ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ നിർത്തി ക്ഷീണം മാറ്റിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ പൂർണ്ണ ബൈക്കിൽ ഒരു നല്ല ബീച്ചൊക്കെ കണ്ടപ്പം അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി. ഈ ബീച്ച് ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി. പക്ഷേ ആളുകളൊന്നും ഇല്ലാതെ നല്ല സൈലന്റ് ആയിട്ടുള്ള ബീച്ചായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെയും സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൂർണ്ണ ബൈക്കിൽ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് കരിക്കൊക്കെ മേടിച്ച് കുടിച്ചിട്ടാണ് പോകുന്നത്. അതെന്തായാലും അടിപടലം മൂഞ്ചിക്കണേ. വെള്ളത്തിനൊരു കരിക്കിന്റെ ടേസ്റ്റും ഇല്ല. അത് പൊളിച്ചു നോക്കിയപ്പോൾ ഇതുപോലെ കാമ്പൊന്നും ഇല്ലായിരുന്നു. ഉച്ചക്കായി തുടങ്ങിയപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. എന്നിട്ട് നല്ല സൗത്ത് ഇന്ത്യൻ മീൽസും ഓർഡർ ചെയ്ത് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് കഴിച്ചു. ഞങ്ങൾ കേരളം വിട്ടാൽ കൂടുതലും ഇതുപോലെ മീൽസാണ് ഓർഡർ ചെയ്യാറ്. നല്ല സേഫായിട്ട് കഴിക്കാൻ അതാണ് ബെറ്റർ. ലഞ്ചിന് ശേഷം മധുരത്തിനായിട്ട് ഒരു ഐസ്ക്രീം കൂടെ കഴിച്ച്. നമ്മളെ ഫെബി മാഷാല്ല ഒരു പ്രോ ഡ്രൈവറിനായിട്ടുണ്ട്. ഗോവ ടു മലപ്പുറം ഒരു റിസ്കും ഇല്ലാണ്ടാണ് അവൾ ഓടിച്ചിരുന്നത്. ഒരു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ണൂരെത്തി. പിന്നെ അവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് ബാക്കി യാത്ര. ഞങ്ങളിങ്ങനെ പലയിടത്തും നിർത്തി ക്ഷീണൊക്കെ മാറ്റിയിട്ട് മെല്ലെ മെല്ലെ ആയിരുന്നു കേട്ടോ പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആരും വല്ലാണ്ടാണ്ട് ടയേർഡായിട്ടില്ല. ഞങ്ങൾ ഗേൾസ് എല്ലാവരും ഒരു വണ്ടിയിലും ബോയ്സ് 2 ആളും ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അങ്ങനെ 11:30-12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തിക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഗോവ ട്രിപ്പ്. കാര്യമായിട്ട് ഈ ട്രിപ്പിൽ ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബായ്.